പാളയം കണ്ണിമാറ മാർക്കറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പുതിയ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ നഗരസഭ. അറവു മാലിന്യം ഉൾപ്പെടെ മാറ്റാതെയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ വ്യാപാരികൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്നാൽ പുതിയ കേന്ദ്രത്തിലേക്ക് മാറില്ലെന്നും സമരം തുടങ്ങുമെന്നുമാണ് വ്യാപാരികളുടെ നിലപാട്. ചരിത്ര പ്രാധാന്യമുള്ള കണ്ണിമേറ മാർക്കറ്റിൽ നിന്ന് വ്യാപാരികളോട് ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ. ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഒഴിപ്പിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതിന് പകരമായി അവർക്ക് കെട്ടി നൽകിയിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മിതിയുള്ള ഒരു താൽക്കാലിക കെട്ടിടമാണ് എന്നുള്ളതാണ് പരാതി. വ്യാപാരികൾ സമരരംഗത്താണ്. മാസങ്ങൾ കൊണ്ട് പാളയത്തെ വ്യാപാരികൾക്കായി താൽക്കാലികമായി വ്യാപാര കേന്ദ്രം പണിതു തീർത്തു. പക്ഷേ വ്യാപാരികൾ മാറാൻ തയ്യാറല്ല. അതിന് കാരണങ്ങളുമുണ്ട്. ഒരു ഭാഗത്ത് മാലിന്യം, ദുർഗന്ധം, വായുസഞ്ചാരമില്ലാത്ത നിർമ്മാണം, ജനാലകളില്ല, വെള്ളം, വൈദ്യുതി കണക്ഷനുകളും ലഭിച്ചിട്ടില്ല. ഇതാണ് അവിടേക്ക് മാറാൻ കച്ചവടക്കാർ തയ്യാറാകാത്തത്. 40 കൊല്ലം കൊണ്ട് അവിടെ ജോലി ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോളണം. ഏത് രീതിയിലാണ് നമ്മൾ പോകേണ്ടത്? കുടിച്ച പോലെ ഇരിക്കുന്ന ഇത് കണ്ടാൽ നിങ്ങൾക്ക് കടയായിട്ട് തോന്നുന്നുണ്ട്. ഈ റോഡിൽ നിന്ന് നോക്കുന്ന ആൾ വിചാരിക്കും വേറെ എന്തെങ്കിലും ഒരു കെട്ടിടമായിരിക്കും. ഒരു പ്രാവശ്യം കയറുന്ന ആൾ പിന്നെ കയറില്ല. ഇതിൻ്റെ മാലിന്യം അതിനൊരു സീറ്റ് വെച്ച് ഇപ്പം മറച്ചു വെച്ചിരിക്കുക. ഈ നാറ്റം എന്തായാലും വരാതിരിക്കുമോ? പുതിയ ബിൽഡിങ്ങിനോട് ഞങ്ങൾ താമസം മാറുന്ന സമയത്ത് എഗ്രിമെൻറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ തരുന്നില്ല. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ എഗ്രിമെൻറ്റ് തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് മാറാൻ കഴിയത്തുള്ളൂ. ഇരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിൽ ഇവിടെ നാറ്റവും മാലിന്യത്തിൻ്റെ നാറ്റവും ആണെങ്കിൽ എനിക്ക് താഴെ ആയിരുന്നു ആദ്യം കട തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് മേളിൽ കൊണ്ടാക്കി രണ്ടാമത്തെ അവിടെയും ഇപ്പോൾ ഇരിക്കാൻ പറ്റാത്ത രീതിയിലാണ് കട തന്നിരിക്കുന്നത് സാറേ. സമീപ വാർഡുകളിൽ നിന്നെല്ലാം മത്സ്യമാംസ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത് 30 അടിയോളം ഉയരത്തിൽ മാർക്കറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ടാങ്കിലാണ്. ഈ ടാങ്കിന്റെ ചുറ്റിലുമാണ് പുതിയ ഷെഡ്. ദുർഗന്ധം കാരണം പുതിയ ഷെഡിൽ കച്ചവടം ചെയ്യാനാകില്ല എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. പുതിയ കേന്ദ്രങ്ങളിൽ കടകൾ അനുവദിച്ചതിലും അശാസ്ത്രീയത ആരോപിക്കുന്നു. ലിഫ്റ്റിലേക്ക് ഈ ഒരു 100 കിലോയിലും മേളിലുള്ള ചാക്ക് കെട്ടുകളൊക്കെയാണ് ഡെയിലി വരുന്നത്. ഇതുമായിട്ട് ഈ ലിഫ്റ്റിൽ എങ്ങനെ ലോഡ് ചെയ്ത് മേളിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. ഈ 3ാമത്തെ നിലയിലൊക്കെ ഈ വെജിറ്റബിളിനും ഫ്രൂട്ട്സിനും മറ്റ് പലവ്യഞ്ജനത്തിനൊക്കെ കൊടുത്തു കഴിഞ്ഞാലും മേളിൽ ലൈസൻസ്, തൊഴിൽക്കരം, മറ്റുള്ള എല്ലാം കൊടുത്തിരിക്കുന്ന എല്ലാവരും മേളിലേക്കും പോകും. അപ്പോൾ നോർമലി ഇപ്പോൾ ഇരിക്കുന്ന ഗ്രൗണ്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരെല്ലാം മേളിലേക്കും പോകും. മേളിലിരിക്കുന്നവർക്ക് ഒരു ബിസിനസ് നടക്കത്തില്ല. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറുമ്പോൾ പുതിയ കട തരണം. ഒന്ന്. രണ്ടാമത് ഈ മാലിന്യങ്ങളൊന്ന് മാറ്റി തരണം. മൂന്നാമത്തെ കാര്യം പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ വിൽക്കുന്നവർക്ക് താഴെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ. കാരണം ഇതിൽ കളിക്കുന്ന കുറേ പേരുണ്ട്, ആൾക്കാരുണ്ട്. അവരുടെ ആൾക്കാർക്കൊക്കെ താഴെ സ്ഥലങ്ങളെല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞു. കോർപ്പറേഷനിൽ നിന്ന് സെക്രട്ടറിയോ മേയറോ പ്രധാനപ്പെട്ട ആൾക്കാർ വന്ന് ഇതൊന്ന് കണ്ടിട്ട് ഇത് ഇത്രയും ഇങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത് ഒന്ന് കണ്ടിട്ട് ഞങ്ങളോട് പെരുമാറണമായിരുന്നു. ഇത് ഒന്നുമില്ലാതെ കടമാറ്. ഏറ്റവും കൂടുതൽ കടവാടകയും ഏറ്റവും കൂടുതൽ എമൗണ്ടും ഉള്ളത് എൻ്റെ ഈ കടയ്ക്കാണ്, പാളയം മാർക്കറ്റിൽ. പക്ഷേ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും മേളിലും അടഞ്ഞു കിടന്ന് നോട്ടീസ് പോലും വാങ്ങിക്കാനില്ലാത്ത കടകളെല്ലാം താഴെയും അവർ വലിയ വലിയ ആളുകൾ, ഈ കോർപ്പറേഷൻ സെക്രട്ടറി പോലുള്ള ആളെ സ്വാധീനിച്ച് എല്ലാം താഴെയാണ് ഇപ്പം കടൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. പഴയ മാർക്കറ്റ് ആധുനികവൽക്കരണത്തിനായി പൊളിച്ചു കളഞ്ഞ് 5 നില കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതി നഗരസഭ തയ്യാറാക്കി കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് വ്യാപാരികൾക്ക് താൽക്കാലിക കടമുറികളും ഷെഡുകളും നഗരസഭ നിർമ്മിച്ചു നൽകിയത്. വ്യാപാരികളുടെ പരാതികൾ പരിഹരിക്കുമെന്നും 2 ദിവസത്തിനകം താൽക്കാലിക കേന്ദ്രത്തിലേക്ക് മാറണമെന്നും നഗരസഭ ആവശ്യപ്പെട്ടു. ഞാൻ മേയറോടും സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയും ഇതിൽ ഇടപെട്ട് ഞങ്ങൾക്ക് ഇതിലൊരു പരിഹാരം കാട്ടിത്തരണം. അവശ്യ സാധനങ്ങളായ പഴവും പച്ചക്കറിയും പലവ്യഞ്ജനവുമെല്ലാം വാങ്ങാൻ വരുന്ന ഒരു ആവശ്യക്കാരൻ ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങണമെങ്കിൽ 2ാം നിലയിലേക്കോ 3ാം നിലയിലേക്കോ അടക്കം കയറേണ്ടി വരും. ഇത്തരത്തിൽ അശാസ്ത്രീയമായാണ് ഈ വ്യാപാരികൾക്ക് ഈ കടകൾ അനുവദിച്ച് നൽകിയത് എന്നാണ് പരാതി. അത് പരിഹരിക്കണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിട്ടും കോർപ്പറേഷനോ സ്മാർട്ട് സിറ്റിയോ കേൾക്കുന്ന ഭാവമില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.